പിടിച്ചുറങ്ങുക. കഴിഞ്ഞ ആഴ്ചയായിരുന്നു റോളക്സിന്റെ ബർത്ത്ഡേ. കയ്യിലാണ് 5 പൈസ ഇല്ല. അവന്മാരെ വീട്ടിലെടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാ. ഈ കിടക്കുന്ന വണ്ടികളൊന്നും ഓടത്തില്ല. എന്റെ സെക്കൻഡ് ഹാൻഡ് BMW എടുത്ത് ഞാൻ ഒരു സ്ഥലം വരെ പോവാ. ഇന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിക്കാൻ പൈസ ഇല്ല. ഇച്ചിരി പൈസക്ക് എണ്ണ അടിച്ച് തിരിച്ച് അടുത്ത റൗണ്ട്. ഇച്ചിരി ദൂരം ട്രാവൽ ചെയ്ത് ഞാൻ ലെസ്റ്റർ വരെ നിർത്തി. ഇതെന്റെ സുഹൃത്ത് റോബിൻചേട്ടന്റെ കടയാ. അവിടെ കണ്ടവാനം വണ്ടി എടുപ്പുണ്ടെങ്കിലും അതൊന്നും വാങ്ങാനുള്ള പൈസ ഇല്ല. റോളക്സിന് ട്രാവൽ ചെയ്യാനാണ് വലിയ വണ്ടി തന്നെ വേണം താനും. അവിടെ കിടന്നൊരു ലാൻഡ് റോവർ റോബിൻചേട്ടനോട് കടവും പറഞ്ഞ് ഞാൻ ഇറക്കി. അധികം സമയം കളയാണ്ട് അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന KFC വരെ ഒന്ന് കയറി. അവന്മാർ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പൈസ റോൾ ചെയ്യുക. എന്തായാലും ഫുഡും കഴിച്ച് അധികം സമയം കളയാവുന്നില്ല. നേരെ തിരിച്ച് വീട്ടിലേക്ക്. എന്തെങ്കിലും മനസ്സിലായോ? അതായത് ഈ പുള്ളിക്കാരൻ, അതായത് നമ്മുടെ ഈ മുട്ട അടിച്ചിട്ടുള്ള ഈ ചേട്ടൻ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്ക് റിസർവ് ബാങ്ക് വരെയുണ്ട് 3 എണ്ണം എന്ന സാധനത്തിലാണ്. ഈ സാധനത്തിനെ വേറൊരു പുള്ളിക്കാരൻ വന്നിട്ട് എത്ര റിസർവ് ബാങ്ക് ഉണ്ടോ നിനക്ക്, റിസർവ് ബാങ്കിന്റെ പടിതി കണ്ടുകൊണ്ടടാ എന്നൊരു സാധനത്തിലേക്ക് പറഞ്ഞു വെച്ചു. ഇതിനകത്ത് വേറെ കുറെ സാധനങ്ങളോട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുറന്ന ഈ ഒരു ക്ലാപ്പ് മാത്രമേ കാണത്തുള്ളൂ. അത് നമ്മുടേതായ രീതിയിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് അവതരിപ്പിക്കാൻ പോവാണ്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക, ഹൈപ്പിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ആ ഹൈപ്പാണ് നിങ്ങൾക്ക് ഇപ്പം എന്നെ സഹായിക്കാൻ പറ്റുന്ന വലിയൊരു സാധനം. നമ്മുടെ ചാനൽ റീച്ച് ഇല്ലാതെ ചീഞ്ഞ് നാറി പുഴുത്തളിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് റീച്ചാക്കി തരണമെന്ന് പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ലാഗ് അടുപ്പിച്ച് കുളവാക്കുന്നില്ലേ, നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോവാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആകാൻ തുടങ്ങി. ട്രെൻഡിങ് ആകാനുണ്ടായ കാരണം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നൊരു ജീവിതമാണ് പുള്ളി യാഥാർത്ഥ്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി 28-ാം വയസ്സിൽ ജോലിയിൽ നിന്നെല്ലാം റിട്ടയറായി. ഉമ്മ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പൈസ ഇങ്ങനെ കുമിഞ്ഞു കൂടി വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്ന സമയത്ത് ഞാനൊരു മീറ്റിംഗ് അങ്ങോട്ട് പോവും. 21 വണ്ടികൾ എൻ്റെ വീട്ടുമുറ്റത്ത് നിരന്ന് കിടക്കുന്ന എല്ലാ പ്രീമിയം വണ്ടികൾ, 3 പട്ടികളും ഞാനൊരു കുട്ടിയും കുറെ കാറുകളും, സുഖസുന്ദര ജീവിതം, കാശ് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന ഒരു ജീവിതം. ഈ ജീവിതത്തിൽ പുള്ളി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പുള്ളി പലയിടങ്ങളിലായി ഞാൻ സിഗ്മയാണ് കേട്ടോ, എനിക്ക് സ്ത്രീ വേണ്ട, സ്ത്രീ അങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് പെണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. ഈ സിഗ്മ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാവന്മാരും ഉടായ്പന്മാരാണ്. നമ്മുടെ അർജുൻ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ സിഗ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ സിഗ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ്റെ കുറച്ച് കേസുകളും പൊങ്ങിയിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് പറഞ്ഞത്, ഞാൻ ശ്രീലങ്കയിൽ പോയി ശ്രീലങ്കയിൽ നിന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, UK പോയി UK നിന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 11 മാസം കൊണ്ട് ഞാനൊരു മൾട്ടി ബില്യണിയറായി. ആ മാത്തമാറ്റിക്സ് ശരിയല്ല, പക്ഷെ എന്നാലും ഇയാളുടെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട്, ഈ പുള്ളിക്കാരൻ്റെ ജീവിതമൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ അണകം പൊളിച്ചിരുന്ന് നമുക്ക് ഏതായാലും പുള്ളിക്കാരനെ എക്സ്പോസ് ചെയ്യുന്ന സാധനം ഒന്ന് കാണാം. UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്തു. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം എനിക്ക് വിരോധമാണോ? വിരോധമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള ഇതാരാ അൻവിനെ? ആരത്? ഇത് ഫോട്ടോഷോപ്പ് ഒന്നും അല്ലല്ലേ, ഒറിജിനലാന്ന് തോന്നുന്നു. അപ്പൊ ഏതോ ഒരു പെൺകുട്ടി ഉണ്ട്, അതൊന്നും ഒരു തെറ്റല്ല. ഇപ്പൊ ഒരുത്തൻ പെട്ടെന്നൊരു ദിവസം എനിക്കിനി ഒരു പെണ്ണ് വേണ്ടാന്ന് തീരുമാനിക്കത്തില്ലോ, ആ പെണ്ണിന്റെ കരണപ്പടി കിട്ടുന്ന ഒരു സാധനം കിട്ടുന്നോണ്ടായിരിക്കണമല്ലോ അവനെ ഇനി പെണ്ണെ വേണ്ടെന്ന് വെക്കുന്നത്. അപ്പൊ ഇതൊരു തെറ്റല്ല, ഇതൊരിക്കലും ഒരു തെറ്റല്ല. നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, അല്ല അവര് അടിച്ച് പിരിഞ്ഞ് ചകടയായതാണെങ്കിലോ, അവര് നല്ല സൂപ്പറായിട്ടിരുന്ന സമയത്ത് പ്രേമിച്ചു, ഒന്നിച്ചു നിന്നു, മോതിരമൊക്കെ ഇട്ട് കല്യാണമൊക്കെ കഴിച്ചെന്ന് തന്നെ വെച്ചോ. പിന്നീട് ഒരു സമയത്ത് നീ സെറ്റ് ആകത്തില്ല, നീ നിന്റെ വഴിക്ക് പോകും, ഞാൻ എന്റെ വഴിക്ക് പോകുന്ന പറയുമ്പോൾ ഞാൻ മൾട്ടി ബില്യണർ ഇനി ഞാൻ നിന്നെ അതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. ഇതും പോട്ടെ, പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. 2022 അതാണ് അവിടുത്തെ പ്രശ്നം. അതാണ് മെയിൻ പ്രശ്നം. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരിയുടെ ഡിപ്പെൻഡന്റ് വിസയിലാണ് അവിടെ പോയത്. അതിനുശേഷം ഈ പുള്ളിക്കാരിനെ കൈവിട്ടു എന്നുള്ള സാധനം, അത് നമ്മൾ സ്ഥിരം പറയുന്നില്ല, കല്യാണം കഴിച്ച് അവിടെ പോയിട്ട് പെണ്ണെ പൊടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് തള്ളി തേച്ച് വിടുന്നൊരു സാധനമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് അവിശ്വസനീയമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ നമ്മുടെ ഈ അൻവിൻ പുള്ളിക്കാരൻ മറ്റേ മൊട്ടച്ചാട്ടൻ
പേരൊന്നും എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ കണ്ടല്ലോ ആ പുള്ളിക്കാരൻ ഇവിടുന്ന് അവിടേക്ക് പോവുകയും പുള്ളിക്കാരൻ്റെ ഒരു ലൈഫ് പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് വളരെയധികം ബുദ്ധിമുട്ടി ജീവിതത്തിൽ കയറി വന്ന ഒരാളാണ് പുള്ളിക്കാരൻ. ഇവിടുന്ന് +2 എന്നാണ്ട് തോറ്റിട്ട് നേരെ ശ്രീലങ്കയിൽ പോന്നു. ശ്രീലങ്കയിൽ നിന്ന് അവിടുന്ന് നേരെ കയറി UK പോന്നു. UK അവിടെ 11 മാസം ഒരു വൃദ്ധസദനം നോക്കി നടത്തുന്നു. അതിനുശേഷം കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു പുള്ളിക്കാരനെ വളരുന്നു. ഈ സാധനം വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. കാരണം അങ്ങനെ 11 മാസം കൊണ്ട് മൾട്ടി ബില്യണറായ, അപ്പം നമുക്കൊരു പരിധിയിൽ ഉള്ള പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇത്രയ്ക്കധികം പൈസ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വളർന്ന ആരെ നമുക്കറിയത്തില്ല, നേരായ വഴിയിലൂടെ അല്ലാത്തൊരു കാണും. ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2-ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11-ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണറായിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുമെന്നാണോ നിങ്ങളെല്ലാവരും പറയുന്നത്? അൻവിൻ, അതാണ് പുള്ളിയുടെ പേര്. അപ്പം ഇതൊരു മെയിൻ ചോദ്യമാണ്. ഇപ്പോൾ ഒരു 11 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഇത്രയ്ക്കധികം സമ്പാദിക്കാൻ പറ്റുമോ? 21 കാറുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കാറിന്റെ വില എന്ന് പറയുന്നത് 1 കോടി രൂപയാണെങ്കിൽ ആ 1 കോടി രൂപ ഈ പറയുന്ന മറ്റ് കൺട്രികളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. എന്നാലും ഇത്രയധികം കാർ വാങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ഇത്രയും ഒരു റിച്ച് ലൈഫ് ആ ഒരു ചെറിയ കാലയളവിൽ നിയമാനുസൃതമായ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിയമാനുസൃതം അല്ലെങ്കിൽ അകത്ത് കിടക്കേണ്ടതാണ്. എന്താണ് ഇതിന്റെ സെറ്റപ്പ് എന്ന് പിടികിട്ടിയില്ല. നമ്മൾ ഇന്ന് കാണുന്ന പല ഇൻഫ്ലുവൻസറും സോഷ്യൽ മീഡിയ ലൈഫ് അല്ല അവരുടെ റിയൽ ലൈഫ്. അത് പലരും നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നോക്കിയാൽ മതി, ഈ പുള്ളിക്കാരനെ നോക്കിയാൽ മതി, അങ്ങനെ നമ്മൾ ആരെ നോക്കിയാലും അവർ മാരിയോ ജോസഫ് ആ ലൈഫ് നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിൽ അവർ കാണിച്ചത് ഞങ്ങൾ ഭയങ്കര കിടിലങ്ങളാ, നിങ്ങളെല്ലാം ഞങ്ങളെ കണ്ട് പഠിക്കണം, ഞങ്ങളെ കണ്ട് അസൂയപ്പെടണം. ഈ ഒരു ലൈഫ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ കാണിക്കുകയും ശരിക്കും ജീവിതത്തിൽ പുഴുത്തളിഞ്ഞ് നാറി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. റീലിൽ കാണുന്ന ഒന്നും പൊന്നല്ല. എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂ കാണോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടിയോ അൻവിന്? 21 വണ്ടി അങ്ങനെ വിരലിലെണ്ണേ? 10, 20, 30, 40 അല്ല 5, 10, 20, 21ാമത്തെ വിരൽ ഇവിടെ നിന്ന് കിട്ടി പുള്ളിക്ക് 21 വിരൽ കൂടുതലുണ്ടായി. എന്നാലും ഒരു കൈ മാത്രം കഴിയും. സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അത് വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ തന്നെ പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതുമല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായേനെ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചതാരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇതൊരു 3 പാർട്ടുള്ള സീരീസാണ്. അതിൽ ഫസ്റ്റ് പാർട്ട് ഒരു ട്രെയിലർ പോലെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്കായിട്ട് സെറ്റിൽമെന്റ് സംസാരിച്ചിട്ടുണ്ടെന്നുള്ള പക്ഷത്തിൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ എന്തോ തെറ്റുണ്ടെന്ന് നമുക്ക് അതിന് മനസ്സിലാക്കേണ്ടി വരും. സോ ആ സാധനം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് പുട്ട് ഔട്ട് ചെയ്യുക, എന്നാലും നമുക്കതൊക്കെ പുട്ട് ഔട്ടായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇങ്ങനൊരു വീഡിയോ വന്നതിനെ തുടർന്നിട്ട് ഈ അൻവിൻ മറ്റൊരു വീഡിയോ ഇട്ടു, അതായത് ട്രോളിക്കൊണ്ടുള്ള. ആ ട്രോൾ ഇതിന് ഇപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. രണ്ടും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനോട് ഞാൻ എതിർപ്പാട്ടോ. ഞാൻ ഈ ഡോഗ്സിനെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഡോഗ്സിനെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അൻവിൻ തന്നെ മറ്റൊരാൾ നീ കിടന്ന് കുരക്കടാ പട്ടി എന്നുള്ള സാധനം പറഞ്ഞതിനോട് ഞാൻ ഇതിന്റെ എതിർപ്പ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തി. കുരക്കണ്ട, 21 വണ്ടിയുടെ ലിസ്റ്റ് എടുക്ക്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അടുത്ത പൊട്ടിക്കാൻ പോകുന്ന പാർട്ട് 2 ഉണ്ടല്ലോ, അതിന് നീ എങ്ങനെ കുരയ്ക്കും എന്നാ എനിക്കറിയുന്നത്. സ്നേഹം തേങ്ങ ഉടക്കി ആശാനെ, എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി റീച്ച് ഉണ്ടാക്കി അടുത്ത വെള്ളിയാഴ്ച അങ്ങാണ്ട് പൊട്ടിക്കത്തുള്ളൂ പറഞ്ഞു. എന്തരാണ് ഇത്? ഇനി ഇത് മാത്രമല്ല, ഈ അവതരിപ്പിച്ച ഡ്രേക്ക് നമുക്ക് പ്രൊനൗൺസിയേഷൻ ഒന്നും പുട്ട് ഔട്ട് ചെയ്യാൻ അറിയത്തില്ല. ഈ പുള്ളിക്കാരനെതിരെ വന്നൊരു അലിഗേഷനെ കുറിച്ചുകൂടെ പുറത്ത് പറയുന്നുണ്ട്. കാരണം ഇനി അവൻ ഇതെടുത്തിട്ട് പുറത്തിട്ട് വന്നു കഴിഞ്ഞാൽ നീ പെണ്ണുപിടിയനല്ലോ മറ്റവനെന്ന് പറഞ്ഞ് ചോദ്യം വരാതിരിക്കാനായിട്ട് എന്റെ കുറ്റം ഞാൻ തന്നെ പറയും, എന്നെ നാട്ടിക്കാൻ എനിക്കൊരു പട്ടിയുടെ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് കാണാം. വർഷം മുമ്പ്, അതായത് 2021 കാലഘട്ടത്തിൽ ഗൗരി ലക്ഷ്മിയുടെ മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ.
ഗൗരി ലക്ഷ്മി ഞാനും കൂടെയുള്ള ഒരു പേഴ്സണൽ വെൻഡറ്റ ഗൗരി ലക്ഷ്മി സോഷ്യൽ മീഡിയയിലാണ് തീർത്തത്. ഗൗരി ലക്ഷ്മി ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ തീർത്ത സമയത്ത് ഞാനും ഗൗരി ലക്ഷ്മിയും കൂടെയുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പുട്ടൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുട്ടൗട്ട് ചെയ്ത സമയത്ത് ഞാൻ ഡിഫമേഷന് കേസ് കൊടുത്തു. ഗൗരി ലക്ഷ്മി എൻ്റെ എതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പിൻവലിച്ചു. അതിനുശേഷം ഗൗരി ലക്ഷ്മിക്ക് ആകെ പറയാനുള്ളൊരു കാര്യം, ഗൗരി ലക്ഷ്മി ഉണ്ടാക്കിയെടുത്തൊരു കഥയായിരുന്നു. ആ ഉണ്ടാക്കിയെടുത്തൊരു കഥയ്ക്ക് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 17 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. കാര്യം മനസ്സിലായല്ലോ. 17 വയസ്സുള്ള കുട്ടീനെ വെച്ചിട്ട് ഈ ഡ്രേക്കിനെതിരെ പുള്ളിക്കാരി ഒരു അലിഗേഷൻ ഇറക്കി എന്നാണ് പറയുന്നത്. ഈ സാധനം നീ എനിക്കെതിരെ തപ്പിയേ കിട്ടത്തുള്ളൂ, ഇതാണ് നീ പുട്ടൗട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കാണ് ഈ പുട്ടൗട്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ നോക്കുകയാണെങ്കിൽ ഈ സംഭവത്തിൻ്റെ ഇങ്ങനൊരു കാര്യം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ഈ പുള്ളിക്കാരൻ കുറേ പരിപാടികൾ നടത്തിയത്. ഇനി ഇദ്ദേഹം ഇപ്പം ഇന്ത്യയിലേക്ക് കുറേ പരിപാടികൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് കുറേ പരിപാടികൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പരിപാടി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു വലിയ സ്കാം ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്, ഈ ഡ്രേക്ക് പറയുന്നത്. ആ ഇന്ത്യയിലേക്ക് വരുന്ന ആ സാധനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ അൻവിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് പൈസയാണ്. ഈ പൈസ വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത റെസ്പെക്റ്റോ തീരാത്ത പ്രശ്നങ്ങളോ ഈ ലോകത്തില്ല. ഇത് ഉണ്ടാക്കാൻ ഒരു 10,000 വഴി നമുക്ക് ചുറ്റുമുണ്ട്. എന്ന് പറഞ്ഞ് 15,000 രൂപ മുടക്കി കഴിഞ്ഞാൽ ട്രേഡിങ്ങിന്റെ സാമാനം മേലോട്ട് പോകുക താഴോട്ട് വരുമോ, അല്ലെങ്കിൽ കൂട്ടത്തിൽ ആൾക്കാരെ ചേർത്ത് അതൊന്നും പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇത്രയും കാലം കൊണ്ട് ഞാൻ നേടിയെടുത്ത എന്റെ അറിവ് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത്. എന്റെ ട്രേഡിംഗ് ടീം, സെയിൽസ് സ്ട്രാറ്റജിസ്റ്റ്, ബിസിനസ് റിസർച്ച് ടീം, ഇതുപോലെ കഴിവുള്ള ഒരുപാട് പേരെ കൂട്ടി ഞാനൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് ആ സാധനം ഇവിടേക്ക് വരുന്നുണ്ട്. ഇതാണ് പുള്ളിക്കാരൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനമാണ് വന്നത്. ഇനി ഇതെന്തെങ്കിലും സ്കാം ആണെന്നുള്ള കാര്യം നമുക്കറിയാൻ പാടില്ല. ഇനി ഈ പുള്ളിക്കാരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തതിനകത്ത് ഞാൻ ഭയങ്കര കിടിലമാണെന്നാണ് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത്. അതിനകത്ത് ഇദ്ദേഹം ഇപ്പൊ നമ്മളൊരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. ആ കല്യാണമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച വരുമ്പോഴത്തേനും അതിനകത്ത് എന്തുകൊണ്ടാണ് പുള്ളി ഇനി കല്യാണം വേണ്ടാത്തൊന്നൊരു സീൻ പറയുന്നുണ്ട്. ആ സീൻ പറഞ്ഞാൽ നമുക്ക് കേട്ടിരിക്കാം. ഈ സീൻ ഞാൻ എടുത്ത് ഇവിടെ വെച്ചത് പുള്ളിക്കാരൻ ഒരു ഡിപ്പെൻഡന്റ് വിസയിലാണ് പോയത്. അപ്പൊ ഇനി മുമ്പോട്ട് കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും അപ്പൊ പിന്നെ ഇതാരാടാ ആൻവിനെ എന്നൊക്കെയല്ലേ ചോദിച്ചത്. അപ്പൊ അതിന്റെ ഉള്ള ഉത്തരം നമുക്കൊന്ന് കേൾക്കാം. വിരോധമൊന്നുമില്ല, ഇപ്പൊ എന്തെങ്കിലും പ്ലാൻ ഇല്ല, അത് നോക്കാം, സമയമാവട്ടെ, വരുമോ നോക്കാം. ഞാനായിട്ട് അതിൽ ട്രൈ ചെയ്യുന്നില്ല, ട്രൈ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുന്നില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടാവില്ല. സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം. എനിക്കിപ്പോ നല്ല സമാധാനമുള്ള ലൈഫാണ്. എന്റെ ലൈഫിലോട്ട് ഒരാളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് 3 എണ്ണം ഉണ്ട് വീട്ടിൽ. എനിക്ക് അതാണ് പ്രധാനം. അതിനുവേണ്ടിയാണ് ഞാൻ ലൈഫ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ വരുന്ന ഒരാൾക്ക് അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, ബെഡിൽ കിടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക. പുള്ളിക്കാരൻ ഒരിടത്തും ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഞാൻ ഓൾറെഡി കല്യാണത്തിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് സെറ്റായില്ല എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് മുമ്പിലേക്ക് തരുന്നത്. ഇനി ഇതിനകത്ത് മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നടന്നപ്പോഴത്തേനും ഈ OG സുനിൽ പുള്ളിക്കാരൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹക്കീമിനെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹക്കീം എന്ന് പറഞ്ഞാൽ എൻ്റെ കാസറ്റ്. ഈ ഹക്കീമിനെ വിളിച്ച് സംസാരിക്കുന്നതിന് മുമ്പേ പുള്ളിക്കാരനായിട്ടുള്ള സംഭവം ഒന്ന് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ പറയുന്ന അൻവിനുമായിട്ട് കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട് സത്താറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ പ്രേമിക്കണം, നിങ്ങളെല്ലാവരെയും പ്രേമിക്കണം, നിങ്ങളെല്ലാവരെയും സ്നേഹിക്കണം, സ്നേഹം കൊടുക്കണം. വൈ നോട്ട്? എന്തിനാ ഹെയ്റ്റ്? ഡോണ്ട് ഹെയ്റ്റ് എനിബഡി. അടിച്ച് പെരുത്താൻ തോന്നുന്നു സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അൻവിനുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് ആ പുള്ളിക്കാരൻ പുട്ടൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പുട്ടൗട്ടിലേക്ക് വരുമ്പോൾ ഈ പുള്ളിക്കാരൻ ഓൾറെഡി ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ള കേസ് ഓൾറെഡി ഇപ്പം നമുക്ക് പുറത്ത് നിന്ന് കറങ്ങുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ ഭയങ്കര ജാടത്യമാണ്. അതെന്താണെന്നുള്ളത് ഞാൻ ഒരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം. വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരുന്നത് സുനിൽ കാലിഫോർണിയ, അതായത് OG. അവയാളായിരുന്നു ഇവരെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നത് OG-യാണ്. സംഭവം മനസ്സിലായോ? അതായത് ഹോട്ടൽ 18 ബന്ധപ്പെട്ട് ഒരു വലിയ മോഡൽസ് മരണപ്പെട്ടതായിട്ട് വലിയൊരു കേസ് ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ ഫുട്പാത്ത് ആ പുള്ളിക്കാരി ഇപ്പൊ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന OG അണ്ണൻ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഓൾറെഡി ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളൊരു സാധനമാണ് ഇപ്പൊ പുറത്തേക്ക് പുട്ടൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇദ്ദേഹമാണ് ഡ്രേക്ക്
ഡ്രേക്ക് എന്നാണ് തോന്നുന്നു കേട്ടോ, അനന്തു ബ്രോ ഇതാണ് പുറത്തു കൊണ്ടുവന്ന സാധനം. ഇതിന്റെ പാർട്ട് 2ഉം 3ഉം 4ഉം 5ഉം 6ഉം ഒക്കെ വരുന്നുണ്ട്. അന്നേരം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ക്യാഷ് ഉണ്ടാക്കിയത് ഒന്നെങ്കിൽ ഇയാൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റ 11 മാസം കൊണ്ട് ഇത്രയധികം സീറോയിൽ നിന്നും മൾട്ടി മില്യണർ എന്ന റേഞ്ചിലേക്ക് വളരാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ ഇതിനകത്ത് കുറെ പിണഞ്ഞ് പരിശ്രമിച്ചാണല്ലോ പൈസ ഉണ്ടാക്കാനുള്ള വഴി. അപ്പോൾ അത് എന്തായാലും നടക്കാൻ വഴിയില്ല. സോ അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഒരു ഫേക്ക് സാധനം മാത്രമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, പുള്ളി ഇപ്പോൾ എന്തോ ഒരു കാർ സ്പാ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനെ ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിലൊക്കെയാണ്. ഇപ്പോൾ ഫണ്ട് മൊത്തം റോളിംഗ് ആണെന്നാണ് പറയുന്നത്. ഈ റോളിംഗ് ആണെന്നുള്ളത് ഈ പറഞ്ഞ, അതായത് ഇവൻ്റെ പൈസ ഒന്നുമില്ല, ഇവൻ്റെ കടമെടുത്തൊരു BMW കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു ട്രോളായിട്ട് പുള്ളിക്കാരൻ ഇൻസ്റ്റയിലിട്ടില്ല, അൻവിൻ ഇൻസ്റ്റയിലിട്ടില്ല, ത്രെഡ്സിൽ പോയിട്ട് വീഡിയോ ഇട്ട്. ത്രെഡ്സിലിട്ട വീഡിയോ ആണ് ഞാൻ നിങ്ങൾ ആദ്യം കണ്ടത്. ഞാൻ കടമെടുത്ത കാറ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം കാണിച്ചത്. എന്തായാലും ഒരു ത്രെട്ടനിങ് പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്താം. നമുക്ക് പാർട്ട് 2 വരുമ്പോൾ പാർട്ട് 2 ആയിട്ട് വരാം. മറ്റൊരു